വെൽക്കം ടു കോക്കു ബോക്സ്. അപ്പം നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. സോ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പൂർ ഗായ് സെറ്റപ്പാണ്. രാവിലെ തന്നെ തലയിടിച്ച് വീണ്ടും മരിച്ചു. എന്ത് പറയാനാണ്, നമ്മളാണെങ്കിൽ ഇങ്ങനെ പൂവറാണ്. നമുക്കാണെങ്കിൽ അള്ളാക്കേ ഉള്ളൂ. എപ്പോൾ തന്നെ കണ്ടില്ലേ, രാവിലെ അടിച്ച് എന്നാലും തലയിൽ മുറിവറ്റിട്ട്. അപ്പം അതൊന്ന് ശരിയാക്കണം. ശരിയാക്കി കഴിഞ്ഞു അത് നമുക്ക് ആ ഒരു ലക്ക് മാത്രമേ നമുക്കുള്ളൂ വേഗം ശരിയാക്കാൻ. അപ്പം നമ്മളാണെങ്കിൽ ഈ ലക്കിൽ നിന്ന് ഇങ്ങനെ വരുവാണ്. നമുക്കാണെങ്കിൽ പണി സൈറ്റ് വരെ പോകണം. കണ്ടിട്ട് ഈ സെറ്റപ്പ് ആണെങ്കിൽ പൈസ ഇത്രയേ ഉള്ളൂ ഗൈസ്. പണി സൈറ്റിലോട്ട് പോട്ടെ ഞാൻ. Then where is Panisat? Where is Panisat? Guys, Panisite എന്നല്ല, ഞാനാണെങ്കിൽ പണിസാറ്റ് എന്നൊക്കെയാണ് പറയാം. ഓക്കെ, എവിടെ ആയിരുന്നു പണിസൈറ്റ്? എവിടെ പോയി തപ്പാനാണ്? ഞാനാണെങ്കിൽ മറന്നു അതിന് പണി സൈറ്റ്. ഇല്ല എനിക്ക് ഓർമ്മ വന്നു. ഞാൻ മാപ്പിട്ടു എന്ന് തോന്നുന്നത് എനിക്ക്. പണി സൈറ്റ് വന്നു. സോ നമ്മുടെ പണി സൈറ്റിൽ വന്നു. അമ്മേ, അയ്യോ, ഇനി ഇതെങ്ങനെ നന്നാക്കോ ആവോ? ഞാൻ അവിടെ പോയി പാർക്ക് ചെയ്യാനാ. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തു ഗൈസ്. നമ്മൾ എന്താ മുതലാളി? എടാ, ഇന്ന് നീ ഉണ്ടല്ലോ മോളിൽ കയറിയിട്ട് ക്രെയിനിന് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണേ. സോ നമ്മളാണെങ്കിൽ ക്രെയിനിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതാണോ ക്രെയിൻ? ആയിരിക്കും, എനിക്ക് അറിയില്ല. ഞാൻ നോക്കട്ടെ, ചെക്ക് ചെയ്യണം. നമ്മുടെ അടുത്ത് ക്യാമറ ഒന്നും ഇല്ല കേട്ടോ. നമുക്കാണെങ്കിൽ ആകെപ്പാടി പൊട്ടിയൊരു ഫോണേ ഉള്ളൂ. നമ്മൾ അത്രയ്ക്കും പാവമാണ് ചേച്ചി, പാവം. ഞാൻ ഒന്ന് നോക്കട്ടെ ഇവിടുന്ന്. കയറാൻ പറ്റുമോ? ചേട്ടാ, ഇതിപ്പോൾ പണിതല്ലേ ഉള്ളൂ, കയറാൻ പറ്റുള്ളൂ. ഇനിയൊക്കെ സിമെൻറ്റാ. കയറി ഒരൊറ്റ വീഴ്ച വീഴും. ഓക്കെ, ഇത് കാണാനും പറ്റില്ല. നമുക്കൊരു ഡ്രോൺ ഉണ്ട്, അതിനെ പറ്റി നോക്കാം. ഇവിടുന്ന് ഓക്കെ, ക്ലിയർ ആവില്ല. നമുക്ക് ഈ ബിൽഡിങ്ങിൽ പോയി നോക്കാം. ഈ ബിൽഡിങ്ങിൽ കയറി ഞാനൊരു വഴിയാവോ? എവിടെ അമ്മേ, തലങ്ങത്തി വീഴാക്ക. ഈ അത്രയും ടെൻഷനാണ് കേസ്. നമുക്ക് ചേരയൊരു തെറ്റുവന്ന ശമ്പളത്തിൽ നിന്ന് 2 ഇരട്ടി കുറയ്ക്കും. പിന്നെ മുതലാളീൻ്റെ കയ്യിൽ നിന്ന് നല്ല വഴക്കും കിട്ടും. ഇവിടെ അറ്റിയോ നമ്മൾ മുകളിലോട്ട്. ക്രെയിൻ എവിടെ? അവിടെ ക്രെയിൻ. നമുക്ക് ഡ്രോണിനെ വിടുന്നത് മൊബൈലിൽ നിന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, ക്രെയിനോട്. ഓക്കെ, അവിടെ കുഴപ്പമൊന്നും അങ്ങനെയില്ല. അന്ന് നോക്കാം, സൂക്ഷിച്ച. കുഴപ്പമൊന്നുമില്ല ഗൈസ്, കുഴപ്പമില്ല. നമ്മളാണെങ്കിൽ ഇനി എന്താ പണി?
ആ ബിൽഡിങ്ങിൽ പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങണം. ആ ബിൽഡിങ്ങിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട് ഗൈസ് അവിടെ. നമുക്ക് അൺലക്കേ ഉള്ളൂ അവിടെ. അൺലക്കെന്ന് വെച്ചാൽ അൺലക്കെന്ന് വെച്ചാൽ അൺലക്ക്. ഞാനാണെങ്കിൽ പൊട്ടം കളിക്കാൻ തോന്നി. സോ ഇത് മതിയല്ലോ. ചോരാർത്ത് ഉഴകി കഴിച്ച് നമ്മളുടെ. ഇനി ഒന്ന് വീഴാണ്ട് നമ്മൾ പോകണം. ഇനി ചാവില്ലെങ്കിൽ നമ്മൾ. ഞാൻ ഇത്തിരി മെഡിസിൻ ഉള്ളിലോട്ട് കയറ്റട്ടെ. മെഡിസിൻ്റെ നമ്പർ ഇതായിരുന്നു. എന്തിനാ മെഡിസിൻ കയറ്റുന്നതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്കനെ മരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻ ഉള്ളിലോട്ട് കയറ്റണേ. നമ്മളാണെങ്കിൽ നമ്പർ വേണ്ടി പോയി. ഭാഗ്യം നമുക്കിനി മെഡിസിൻ കിട്ടി. ഇനി അടുത്ത ബിൽഡിങ്ങിലോട്ട് പോവാം. ഓക്കെ. ബും ചിക് ബും ചിക് ബും ബും. ഇനി അൺലോക്ക് മാത്രം ഉണ്ടാവല്ലേ. അൺലോക്ക് ഉണ്ടാവില്ല. അൺലോക്ക് ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഇപ്പോൾ അൺലോക്ക് വീണ്ടും ഉണ്ടായി. വീണ്ടും നമ്മൾ താഴേക്ക് പോകുന്നു. എന്താടേ മോളിപ്പോവും ഇടക്ക് എടാ എത്തി ഭാഗ്യത്തിന്. ഞാനാണെങ്കിൽ വീണ് മടുത്തു. ഈശ്വര എന്താണ് എനിക്ക് മാത്രം എന്താ അൺലോക്ക് മാത്രം ഉണ്ടാവണേ. ഓക്കെ. മോലാളി കണക്ട് ചെയ്യുന്നുണ്ടല്ലോ ബാറ്ററിയിലോട്ട്. എന്തൊരു ശബ്ദം കേട്ടെ. ആ നട്ട് വീണ്ടും ലൂസായി. നമുക്കാണെങ്കിൽ ഒന്നുകൂടി ശരിയാക്കണം. ശരിയാക്കി. നമ്മളാണെങ്കിൽ ഇനി എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ മോലാളി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്തോ നട്ട് ലൂസായതുകൊണ്ടേ. മോലാളി എന്താ എടാ ഇനി നീ ഇപ്പോൾ ഇത്രയും പണി എടുത്താൽ മതി. നിൻ്റെ സാലറി ഞാൻ അക്കൗണ്ടിലോട്ട് അയച്ചേക്കാം. ശരി, താങ്ക് യു മുതലാളി. നമ്മളുടെ ഭാഗ്യത്തിന് നമ്മൾക്ക് മുതലാളി കുറച്ച് ലീവ് വന്നു. ഇതെന്താ എൻ്റെ കൂട്ടുകാരൻ സുധാകരൻ വിളിച്ചിട്ട്. എന്താടാ എടാ ഇന്നെൻ്റെ എന്ത് പറ്റി? അയ്യോ അമ്മച്ചി എൻ്റെ പൊന്ന് ഗൈസ്, ഞാനാണെങ്കിൽ ഒന്ന് വീണുപോയി. എൻ്റെ ആൾക്കാരാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. താങ്ക്സ്. ഞാനാണെങ്കിൽ വീണപ്പോൾ എൻ്റെ കോളും കട്ട് ചെയ്തുള്ളൂ. ഞാൻ രണ്ട് വീണുപോയി. പിന്നെ എന്താണ് പ്ലെയിനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ അവരാണെങ്കിൽ ഉണ്ടല്ലോ എന്നെ കണ്ണ് കാണുന്നുണ്ടോ എന്ന് നോക്കിയതാട്ടോ ഗൈസ്. അവനോട് ഞാൻ ലാൻഡ് ലൈനൊന്ന് കണക്ട് ചെയ്തിട്ട് എടാ ഇന്നെനിക്ക് പോലീസിൽ അഡ്മിഷൻ കിട്ടിയടാ. സത്യം, ഞാൻ അങ്ങോട്ട് വരാ. താങ്ക്സ്. നമ്മളാണെങ്കിൽ നമ്മളുടെ കൂട്ടുകാരന് പോലീസ് ജോലി കിട്ടി. നമുക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറണം. എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ അങ്ങോട്ട് ഈ ഡ്രസ്സ് ഇട്ട് പോയെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ലേറ്റ് ആയി. അതാ
നേരത്തെ ഫോണിൽ നിന്ന് മാറാൻ പറ്റും. ഓക്കെ, ക്യാപ്പ്, ഗ്ലാസ്. ഓക്കെ, ഇത് മതി. നമ്മൾക്കാണെങ്കിൽ വണ്ടി എടുത്തിട്ട് നേരെ പോകട്ടെ. എനിക്ക് കുറച്ച് ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് വോയിസൊക്കെ പോകുന്നത്. സോ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. സോ ഈ വീഡിയോയിൽ അങ്ങനെ കുറച്ച് ഫണ്ണിയസ്റ്റ് കാര്യങ്ങളില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട്. അത് ഞാൻ കൊണ്ടുവരാൻ നോക്കാം. സോ അതിന് ഞാൻ ചിലപ്പോൾ ഇല്ലെങ്കിൽ അതിന് ഞാൻ സോറി പറയുന്നു കേട്ടോ. ഉയ്യോ, സോറി ആ ചേട്ടന് നമ്മളിപ്പോൾ ഫുട് പാത്തിൽ കൂടെ സീബ്ര ക്രോസിങ് കൂടെ ക്രോസ് ചെയ്യായിരുന്നു. നമ്മളാണെങ്കിൽ നേരെ പോയി ഇടിക്കാൻ ചെന്നു. ഓക്കെ, നമുക്കാണെങ്കിൽ നേരെ പോയി അവനോട് കൺഗ്രാജ് പറയാം. അതാ നിൽക്കുന്നു. കൺഗ്രാജുലേഷൻസ് ബ്രോ. നീ വന്നു ഇങ്ങോട്ട്, വന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ പോലീസ് ആയിന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് വരാണ്ടിരിക്കുകയോ? ട്രീറ്റൊന്നും ഇല്ലേ ഞങ്ങൾക്ക്? പോടാ, എൻ്റെ അടുത്ത് അങ്ങനെ പൈസ ഒന്നും ഇല്ല. ഞാൻ ആദ്യമായിട്ടൊരു ജോബ് തന്നെ കിട്ടിയത്. ഓക്കെ, സോറി കേട്ടോ, ഞാൻ അറിയാണ്ടൊന്ന് ഇടിച്ചു പോയത്. നിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. ഓക്കെ, എനിക്കാണെങ്കിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. ബൈ. എനിക്കാണെങ്കിൽ എൻ്റെ മീൻസ് എൻ്റെ പണി സൈറ്റിൻ്റെ അടുത്തുണ്ടല്ലോ ഇതുണ്ട്. ഇപ്പം എന്താ സ്ക്രീനിൽ വന്നേ? എന്താണെന്ന് വെച്ചായിക്കോട്ടെ. അപ്പം ഒരു ഷോറൂം ഉണ്ട് പണി സൈറ്റിൻ്റെ അടുത്ത്. അപ്പം അവിടെ നിന്നൊരു നല്ലൊരു വണ്ടി മേടിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹവും ഉണ്ട്. അത് അതിനുള്ള ഒരു ലക്ക് എനിക്കുണ്ടോയെന്നറിയില്ല, ഉണ്ടാവും ചിലപ്പം. ഞാനാണെങ്കിൽ വണ്ടി ഒന്ന് പോയി ഉണ്ടാകട്ടെ. മീൻസ് ലക്ക് എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ അത്രയും പൈസ ഇല്ല കേട്ടോ. ഉണ്ടാ മോനെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസുകാർ ഫൈൻ അടിക്കും. പോയി ഹെൽമെറ്റ് വെച്ചിട്ട് ആടാ പ്രാന്ത. ഇവനോട്ടോ കേട്ടോ കേസ് പറഞ്ഞ റൈറ്റ് സൈഡിൽ മറ്റേ ബ്ലാക്ക് ഷർട്ട് ഇട്ട് വേണം. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ഇവിടെ കയറി പാർക്ക് ചെയ്യാം. അമ്മേ, ഓക്കെ, കുറച്ച് ശമ്പളമൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ അമ്മയാട്ടോ സംസാരിച്ചറിയാണ്ട് വേറെ ആളെ ഒന്ന് കോൾ ചെയ്തതാട്ടോ. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനൊന്ന് ഒന്നും കൂടി സോറി ഗായ്സ്, വേറെ ആളെ കോൾ ചെയ്തതല്ല. കൊക്കു പബ്സിനെ ഞങ്ങൾ കുട്ടരു എന്നൊക്കെയാണ് വിളിക്കുന്നത്. കള്ളക്കുട്ടരു എന്നൊന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, കണ്ടിന്യൂ. ആൻഡ് ഞാനാണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ചൂടാണ് ഗൈസ്. ഈ വേനൽക്കാലത്ത് ഇങ്ങനെ ചൂടെടുത്ത് മരിക്കും. ഇതെന്താ ഇങ്ങനെയാ? ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ചിത്രം വെച്ചിട്ടുണ്ട്. അതാട്ടോ കണ്ടത് നിങ്ങൾ. ഓക്കെ, ഇപ്പം ഞാനാണെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് വന്നു. വീണ്ടും ഞാൻ കയറി വന്നു. അത് നിങ്ങൾ കാണിച്ചില്ല, സോറി കേട്ടോ കാണിക്കാത്തത്. ഞാനാണെങ്കിൽ ഇത്രയും ഒന്ന് ഓടട്ടെ. ഓക്കെ, നമുക്കൊരു പട്ടീനെ മേടിക്കണോ? ഇനി ഓടാനൊന്നും സമയമില്ല. ആൻഡ് ഈ വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. സോ ബൈ. സോറി കേട്ടോ, ബൈ അല്ലേ. ഇതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ നാളെ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇടാൻ നോക്കാം. സോ എന്തായാലും പാർട്ട് 2 വരുന്നതായിരിക്കും ഗൈസ് യൂട്യൂബ് ചാനലിൽ. ഇത് വെറും പാർട്ട് 1 ആണ്. പാർട്ട് 2 നാളെ ഇന്നും ഞാൻ പറ്റുന്ന രീതി ഇടാൻ ശ്രമിക്കാം. കോമഡിയൊക്കെ ചേർത്ത് ഇടാൻ ശ്രമിക്കാം ഗൈസ്. ബൈ.